കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിൽ ഇന്ന് വീണ്ടും രേണുസുധി. ആരാണ് ഈ കാണുന്നത്? നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എങ്ങനെ ധൈര്യം വന്നു ഈ ഹോട്ട് സീറ്റിൽ വീണ്ടും വന്നിരിക്കാൻ? ഓൾറെഡി ധൈര്യമുണ്ട്, പിന്നെ നിങ്ങളുടെ ഈ ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്നപ്പോ ഒന്നും കൂടെ ധൈര്യം കൂടി. പച്ചയ്ക്ക് ഞാൻ പറയുകയാണ്, ഏത് ഷോയ്ക്ക് ചെന്നാലും രേണുവിന് കുപ്രസിദ്ധിയാണ്. താങ്കൾ പച്ചക്കാണല്ലോ പറയുന്നത്, പറഞ്ഞോളൂ. സന്തോഷമായി. എന്തെങ്കിലും രേണു ഇതൊക്കെ പറയുമ്പോ ഒരു ചിരി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. അതൊരു ആക്കിയ ചിരി. അതായത് നീ നാട്ടുകാരിപ്പോ അഹങ്കാരി എന്നാ വിളിക്കുന്നത്. അതെന്റെ കുഴപ്പമല്ല. അത് കലക്കി. നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ഇങ്ങനെയുള്ള വിനയൊക്കെ രേണുസുധയുടെ വായിൽ നിന്ന് വരുമോ? എനിക്ക് ഉറപ്പായിട്ടും വിനയുണ്ട്. അതിപ്പോ എങ്ങനെയാണോ മുന്നോട്ട് ഇങ്ങനെ തന്നെയാണ്. കാര്യങ്ങളെല്ലാം ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ എനിക്ക് വിനയുണ്ടെന്നാ പറയാറ്. ഞാൻ വിനയുണ്ടെന്ന് പറഞ്ഞു നടക്കാറില്ല. എന്റെ ഓരോ വാക്കുകളിലാണ് പ്രേക്ഷകർ വിനയം കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്ന എല്ലാ നായികമാരെയും നായകന്മാരെയും ഒക്കെ തെറി വിളിക്കണമല്ലോ. അതൊന്നും കേൾക്കുന്നില്ലല്ലോ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ തെറി വിളിക്കുന്നതിന്? ഞാൻ പറയാൻ പറ്റുമോ ഓരോരുത്തരടുത്ത് അവരുടെ ഫോൺ മേടിച്ചിട്ട് എന്നെ തെറി വിളിക്കരുത്, എന്നെ നല്ല ടൈപ്പ് ചെയ്യും പറയാൻ പറ്റൂല. എന്താ കളിക്കാ? ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കൂട്ടി ഞാൻ പന്നി. ഇപ്പൊ രേണുസുധിയുടെ ഇന്റർവ്യൂ ചെയ്ത് പോയ ഒരു കുറ്റത്തിന് അതൊരു കുറ്റമായിട്ടാണ് നാട്ടുകാർ ഇപ്പൊ കണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ പേരിൽ കുറെ അധികം ഏതാണ്ട് 10,000-കണക്കിന് തെറികളാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. താങ്കളുടെ കഴിവുകൊണ്ടല്ല ഈ 3 റീൽസ് ഇപ്പോ ലാക്സ് മില്യൺസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ആങ്കറിന്റെ കഴിവുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കോ? അത് എതിർക്കും. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. രേണു ഇത് തന്നെയാ പറഞ്ഞത്. എല്ലാം അങ്ങ് സമ്മതിക്കുമായിരുന്നു. അവസാനം തെറി മുഴുവൻ എനിക്ക്. ഈ തെറി കേൾക്കാൻ ഞാൻ എല്ലാം സമ്മതിക്കാതിരുന്നെങ്കിലോ? എനിക്ക് തെറി കേൾക്കും. എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ശാരിക ഒരു ആങ്കർ ആണ്. ശാരികയുടെ ജോലി ശാരിക ചെയ്യുന്നു, രേണുസുധിയുടെ ജോലി രേണുസുധി ചെയ്യുന്നു. സോ എനിക്ക് നെഗറ്റീവ് വന്ന ശാരിക പ്രതികരിക്കുവോ? നിങ്ങൾ ഈ പരിപാടി എന്നെ ഇവിടെ കൊണ്ടിരുന്ന ഈ ആങ്കറിനെ നിങ്ങൾ വെളുപ്പിക്കാനാണോ അതോ എന്നോട് ചോദ്യം ചോദിക്കാനാണോ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. വെളുപ്പിക്കാൻ എന്തായാലും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തോണ്ട് ഞാനിപ്പോ കറപ്പിരിക്കുവാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാം.